സദ്യ ഒരുക്കുമ്പോഴോ അല്ലാതെയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ 600 ഗ്രാം ശർക്കര എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം. ഇനി 300 ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. വറുത്തെടുത്ത ചെറുപയർ പരിപ്പ് പാത്രത്തിൽ നിന്ന് മാറ്റി കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 3 കപ്പ് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കണം. എനിക്ക് ഒരു വിസിൽ കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇനി വേവിച്ചെടുത്ത പരിപ്പ് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി അരിച്ചെടുത്ത ശർക്കരപ്പാനി ഒഴിച്ച് 5 മിനിറ്റ് ശർക്കരപ്പാനിയിൽ കിടന്ന് പരിപ്പ് തിളച്ചതിന് ശേഷം തേങ്ങാപ്പാലിന്റെ 2ാം പാല് 1.5 കപ്പ് ഒഴിച്ച് ഒരു 3 മിനിറ്റോളം തിളപ്പിക്കണം. ഇനി കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഒട്ടും കട്ടകളില്ലാതെ ഇളക്കി പായസത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം. അവസാനമായി 1 കപ്പ് 1ാം പാൽ ഒഴിച്ച് പായസം ഒന്ന് ചൂടാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പായസം തിളപ്പിക്കരുത്. സ്റ്റവ് ഓഫ് ചെയ്യുമ്പോൾ പായസം കുറച്ച് ലൂസ് ആയിട്ടുള്ള പരുവത്തിലായിരിക്കണം. തണുക്കുമ്പോൾ പായസം കുറുകി വരും. അടുത്തതായി ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്തും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് വറുത്തു കോരി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുപയർ പരിപ്പ് പായസം റെഡിയായിട്ടുണ്ട്.